യെസ്, തീർച്ചയായിട്ടും രാഹുൽ, ഞാൻ തിരികെ എത്താം. ഇപ്പോൾ നിർമ്മൽ എബ്രഹാം നമുക്കൊപ്പം ചേരും. നിർമ്മൽ എബ്രഹാം, സാമൂഹ്യ നിരീക്ഷകനപ്പുറത്തേക്ക് താങ്കളൊരു ഒരു സാമ്പത്തിക വിദഗ്ധൻ കൂടിയായതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഓഹരി വിപണിയൊക്കെ പാകിസ്ഥാനിൽ 3500 പോയിന്റിലധികം തകർന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരികയാണ്. പക്ഷേ അതേസമയത്ത് ഈ വ്യോമ മേഖല പാകിസ്ഥാൻ അടച്ചു. അത് ഇന്ത്യൻ എയർലൈൻസുകൾക്ക് വലിയ തരത്തിലുള്ള നഷ്ടമുണ്ടാക്കുന്നത് ഒരു സാമ്പത്തിക വാർ കൂടി തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നയതന്ത്ര തലത്തിലെ കടുത്ത നടപടി, ഇനിയിപ്പോൾ വരാനിരിക്കുന്ന ആ സർപ്രൈസ് സർജിക്കൽ മിലിറ്ററി ഓപ്പറേഷൻസ് ഏത് തരത്തിലാണ്, അതിന് മുകളിലായിട്ട് ഇത്തരത്തിലുള്ള ഒരു എക്കണോമിക്കൽ വാർ, ഒരു ഫിനാൻഷ്യൽ വാർ ഇവിടെ നടക്കുന്നുണ്ടോ? അത് ഇമ്പാക്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടോ പാകിസ്ഥാനെ അടക്കം? നമ്മുടെ നോൺ മിലിറ്ററി എഫേർട്സ് എല്ലായിടത്തും നോക്കിക്കഴിഞ്ഞാൽ അത് ഡയറക്ട്ലിയും ഇൻഡയറക്ട്ലിയും എക്കണോമിക്കലി പാകിസ്ഥാനെ എഫക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അതിന് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ പറഞ്ഞ ഡിപ്ലോമാറ്റിക് മെഷേഴ്സ് അതിൻ്റെ അകത്ത് ഇനിയും ഇന്ത്യക്ക് ചെയ്യാനുണ്ട്. അതിലൊരു കൃത്യമായ ഉദാഹരണം പറഞ്ഞാൽ ഫൈനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് 2018 എനിക്ക് തോന്നുന്നത് അവരെ പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഗ്രേ ലിസ്റ്റ് ചെയ്യും അത് 2022 എടുത്ത് മാറ്റി എന്നുള്ളതാണ് ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള കാര്യം. പക്ഷെ ഇന്ത്യക്ക് ഈ ഒരു പശ്ചാത്തലത്തിൽ TRF ആയിട്ടുള്ള പാകിസ്ഥാന്റെ ബന്ധം സ്ഥാപിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തിരിച്ച് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് അവരെ ഗ്രേ ലിസ്റ്റ് ചെയ്യോ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യോ ചെയ്തേക്കാം. അങ്ങനെ സംഭവിച്ചാൽ അത് വലിയൊരു അടിയായിരിക്കും പാകിസ്ഥാൻ. കാരണം നമുക്കറിയാവുന്ന പോലെ പാകിസ്ഥാൻ അത്യാവശ്യം നല്ല രീതിയിൽ ലോണിൽ ഓടുന്ന ഒരു രാജ്യമാണ്. സാമ്പത്തികമായിട്ട് IMF-നെയും വേൾഡ് ബാങ്കിനെയും ഒക്കെ ഒത്തിരി ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു രാജ്യമാണ്. സോ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിൽ ഗ്രേ ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു രാജ്യം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ടെററിസ്റ്റ് ഏജൻസീസിനെ ഫണ്ടിങ് ചെയ്യുന്ന ഒരു രാജ്യം എന്നാണ്. അങ്ങനെ ഉള്ളപ്പം നാച്ചുറലി അവർക്ക് ഇത്തരത്തിലുള്ള ഫണ്ടിങ് കിട്ടാൻ, ലോണുകൾ കിട്ടാനും ബെയിൽ ഔട്ട് കിട്ടാനും ഒക്കെ ബുദ്ധിമുട്ട് വരും. അതവരെ ഫൈനാൻഷ്യലി ശരിക്കും തകർക്കും. രണ്ടാമത്തെ കാര്യം ഇൻഡസ് വാട്ടേഴ്സ് ട്രീറ്റിയുടെ കാര്യം താങ്കൾ പറഞ്ഞു. അതിൽ തന്നെ ഇപ്പം അതിന്റെ ഒരു ഡയറക്റ്റ് ഇമ്പാക്ട് ഉണ്ട്, ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നു അൺഫോർച്ചുനേറ്റ്ലി. പക്ഷെ അത് പാകിസ്ഥാൻ എക്കണോമിക്കലി നല്ല രീതിയിൽ അത് എഫക്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ വെള്ളത്തിൽ നിന്ന് അവിടെ ഏകദേശം കറണ്ട് ഉൽപ്പാദനം നോക്കിയാൽ ഇന്ത്യയിൽ ഏകദേശം 70% അല്ലെ 65% കോളിൽ നിന്നാണെങ്കിൽ പാകിസ്ഥാൻ ഏകദേശം 30% ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട്സിൽ നിന്നാണ്. സോ വെള്ളം അത്ര അധികം തീരുമ്പോഴത്തേക്ക് ഇലക്ട്രിസിറ്റി അത് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എക്കണോമിക് ആക്ടിവിറ്റീസിനെ അത് ബാധിക്കും. സോ അങ്ങനെയുള്ള മറ്റൊരു രീതിയിൽ നടക്കുന്നുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം ഇന്ത്യക്ക് ചെയ്യാൻ പറ്റുന്നത് വർഷങ്ങളായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, പക്ഷെ അതിന് പലപ്പോഴും തടസ്സമിടുന്നത് ചൈനയാണ്. അതായത് ഇപ്പൊ നേരത്തെ ഇരു പാനലിസ്റ്റുകളും ശ്രീ രാഹുൽ ഈശ്വറും ശ്രീ BJ വിൻസെന്റ് സൂചിപ്പിച്ചു, വർഷങ്ങളായിട്ട് ടെററിസ്റ്റ് ഏജൻസീസ് ആയിട്ടുള്ള ഇവരുടെ ബന്ധം. ആ ബന്ധം നമുക്ക് ഒരു രീതിയിലും എന്താ പറയുക സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ അൺഫോർച്ചുനേറ്റ്ലി പറ്റിയിട്ടില്ല. ഉണ്ടെന്നുള്ളത് പരസ്യമായ രഹസ്യമാണെങ്കിൽ പോലും. അതിലൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ 2008 മുംബൈ അറ്റാക്സ് നമുക്ക് കൃത്യമായിട്ട് അറിയാം ആരാണ് ചെയ്തതെന്നുള്ളത്. അതിൻ്റെ അത് ടെസ്റ്റിമോണികളുണ്ട്. അജ്മൽ കസബ് വന്ന് ലഷ്കർ ഇ തായ്ബയാണ് ട്രെയിൻ ചെയ്തതെന്നും പാകിസ്ഥാനിൽ വെച്ചാണ് ട്രെയിനിങ് കിട്ടിയതെന്നും പറയുന്നുണ്ട്. അതിലെ മാസ്റ്റർ മൈൻഡ് ആയിട്ടുള്ള സാക്കിർ റഹ്മാനെ പാകിസ്ഥാനിൽ വെച്ചാണ് കണ്ടെത്തിയത്. അതിലെ പാകിസ്ഥാനി അമേരിക്കൻ മാസ്റ്റർ മൈൻഡ് ആയിരുന്ന ഡേവിഡ് ഹെഡ്ലി നമുക്ക് തന്ന മൊഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ISIയുടെ അതായത് പാകിസ്ഥാന്റെ മിലിറ്ററി ഇന്റലിജൻസ് സഹായിച്ചു എന്നുള്ള മൊഴി തന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഇന്ത്യക്ക് അത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യണം, അതായത് ഇന്റർനാഷണൽ ഫോറത്തിൽ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, ഇപ്പൊ ചാറ്റുകൾ ആയിക്കോട്ടെ, ഫോൺ ഇന്റർസെപ്ഷൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന വേറൊരു വാദമാണ് മദ്രസകൾ വഴിയും ഡൊണേഷൻസ് വഴിയും ചാരിറ്റികൾ വഴിയും ട്രസ്റ്റുകൾ വഴിയും ഒക്കെ പാകിസ്ഥാൻ ടെററിസ്റ്റ് ഏജൻസീസിനെ ഫണ്ട് ചെയ്യുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ ഫൈനാൻഷ്യൽ ട്രാൻസ്ഫറിന്റെ തെളിവുകളൊക്കെ മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ മറ്റു രീതിയിലും, അതായത് റഷ്യയൊക്കെ എഫക്ട് ചെയ്തതുപോലെ ഡയറക്റ്റ് ആയിട്ട് ആ രാജ്യത്തിന് സാങ്ഷൻസുകൾ ഇന്ത്യക്ക് കൊണ്ടുവരാൻ സാധിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അത് രണ്ടു കൂട്ടർ സംസാരിച്ച് വെച്ച് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ 3 രീതിയിൽ ഇന്ത്യക്ക് പ്രതികരിക്കുക. ഇന്നലെ ഞാൻ ശ്രീ മഞ്ജുഷിനോട് പറഞ്ഞു, ഒന്നെങ്കിൽ ഒരു പ്രതികാരം, അത് വേണ്ട എന്നുള്ളതാണ്. ഞാൻ മറ്റ് 2 പാനലിസ്റ്റോടും ആ ഒരു കാര്യത്തിൽ അഗ്രി ചെയ്തു. പ്രതികാരമല്ല ഇപ്പൊ ആവശ്യം. പിന്നുള്ളൊരു ഓപ്ഷൻ എന്താ? പിന്നുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതീകാത്മകമായിട്ട് എന്തെങ്കിലും ചെയ്യുക. അതൊരു സർജിക്കൽ സ്ട്രൈക്ക് ആകാം, ഒരു പ്രിസിഷൻ അറ്റാക്ക് ആകാം. തീർച്ചയായിട്ടും അതാണ് ഇപ്പൊ പറ്റുന്ന ഒരു ഓപ്ഷൻ. മൂന്നാമത്തെ ഒരു കാര്യം, ഇന്ത്യ ലോങ് ടേമിൽ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നത്. അതായത് പ്രതിവിധി, ഇതിനൊരു പ്രതിവിധി വേണം. ഇപ്പൊ നേരത്തെ നമുക്ക് ഒത്തിരി ടെററിസ്റ്റ് ഇൻകേർഷൻസ് ഉണ്ടാവുന്നു എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് ഉണ്ടാവുന്നു എന്നുള്ളതിന്റെ റിപ്പോർട്ട്സ് ഒക്കെ പുറത്തു വരുന്നുണ്ട്. ഇപ്പം ഹമാസിന്റെ ഒരു സ്റ്റൈൽ ഓപ്പറേഷൻ ചെറിയ രീതിയിലെങ്കിലും പാകിസ്ഥാൻ നടത്തുന്നുണ്ട്. ഒന്നൊരു പ്രോക്സി വാർ, ഇപ്പം ജയ്ഷെ മുഹമ്മദ് ആയിക്കോട്ടെ, ലഷ്കർ ഇ തായ്ബ ആയിക്കോട്ടെ. ഈ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് വന്നതിന് ശേഷം ഈ 2 പേരുകൾ നമ്മൾ കേൾക്കാറില്ല. പക്ഷെ അതിന് പകരമായിട്ട് TRF വന്നു, റെസിസ്റ്റൻസ് ഫ്രണ്ട് 2019. ഏത് സമയത്താണോ ജയ്ഷെ മുഹമ്മദും ലഷ്കർ ഇ തായ്ബയും കേൾക്കാനില്ല, അതായത് ആ സമയത്ത് മുതൽ റെസിസ്റ്റൻസ് ഫ്രണ്ട് വന്നു. പിന്നീട് വന്നത് PAF, പീപ്പിൾസ് ആന്റി ഫാഷിസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞ മറ്റൊരു ഓർഗനൈസേഷൻ ഉണ്ട്. ഇത് രണ്ടുമാണ് ഇപ്പൊ കേൾക്കുന്ന പേരുകൾ. സോ ഈ ഓർഗനൈസേഷൻസിനെ ഇന്ത്യക്ക് ഈ പറഞ്ഞ പോലെ പാകിസ്ഥാനുള്ള ഒരു കണക്ഷൻ എങ്ങനെയെങ്കിലും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ എക്കണോമിക്കലി ചെയ്യാം. പക്ഷേ ഈ ടണൽസ്, ഈ ഏകദേശം 22ഓളം ടണൽസ് ആണ് കഴിഞ്ഞ 20 വർഷത്തിനിടെ ഇന്ത്യ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള ടണൽസ്
ഇല്ലാതാക്കുക അല്ലെങ്കിൽ തകർക്കുക എന്നുള്ളൊരു മാർഗം ഇന്ത്യ മുന്നോട്ട് നോക്കണം. ഇപ്പം ഡ്രോൺസ് ഒക്കെ വെച്ച് കശ്മീരിലൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഇതിനൊരു പ്രതിവിധി സ്ലോലി എങ്കിലും കണ്ടെത്തുക എന്നുള്ളത് ഇന്ത്യക്കൊരു മുന്നോട്ടുള്ള നല്ലൊരു ഓപ്ഷനാണ്. പക്ഷെ തൽക്കാലം ചെയ്യേണ്ടത് പ്രതികാരമല്ല, പ്രതീകാത്മകമായിട്ടൊരു സിംബോളിക്. ഇപ്പം ശ്രീ രാഹുൽ ഈശ്വർ പറഞ്ഞ പോലെ പ്രപ്പോർഷനേറ്റ് ആയിട്ടൊരു തിരിച്ചടി അത് തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു പക്ഷേ ഇപ്പോൾ ഉണ്ടാകുന്ന താമസം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ടെററിസ്റ്റുകളെ കണ്ടുപിടിക്കുന്നതാണെങ്കിലും ഈ അറ്റാക്ക് നടത്താനുള്ള താമസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ടെററിസ്റ്റുകളുടെ കേസിലുള്ള ഒരു താമസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലി നമ്മൾ ഈ സിനിമകളിലൊക്കെ ഒരുപാട് കാണുന്ന ഒരു കാര്യമാണ്. ഇത്തരത്തിലുള്ള അറ്റാക്ക് കഴിഞ്ഞാൽ നാച്ചുറലി ഷേപ്പ് മാറി വേറൊരു പെർസോണയായിട്ട് ഇവര് ലോക്കൽ റെസിഡൻസിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അതല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ഡിസ്റ്റന്റ് ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഒരു ലോക്കൽ സപ്പോർട്ട് അറിയാവുന്ന ആരെങ്കിലും ലോക്കൽ സപ്പോർട്ടും ഇൻഫർമേഷനും കൊടുക്കുന്നുണ്ടായിരിക്കും. മൂന്നാമത് ഇന്ത്യക്ക് ഒരു തടസ്സം എന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു ഏരിയ ആണ്, ഫോറസ്റ്റ് ഏരിയ ആണ്, അവിടെ കണ്ടെത്താൻ ബുദ്ധിമുട്ടുകളുണ്ട്. സോ സമയം എനിക്ക് തോന്നുന്നു 1-2 ആഴ്ചക്കുള്ളിൽ തന്നെ അല്ല നിർമ്മല, ലോക്കൽ സപ്പോർട്ട് അതാണല്ലോ എന്നയുടെ പുതിയ ഫോക്കസിൽ നിൽക്കുന്നത്. ഇത് പ്രാദേശിക നേതാക്കൾ, വിഘടനവാദി നേതാക്കളുടെ വീടുകളിലൊക്കെ റെയ്ഡ് നടത്തുകയാണ്. അതായത് ഇത് തലം മറ്റൊരു തലത്തിലേക്ക് കൂടെ പോകുന്നുണ്ട്. അത് പാകിസ്ഥാൻ ഉയർത്തിപ്പിടിക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ? അല്ല, അതിന് ഇന്ത്യ ഇപ്പൊ അവിടെ ഇന്ത്യ നേരിട്ടൊരു അറ്റാക്കോ അല്ലെങ്കിൽ അവിടെ ഒരു കില്ലിങ്ങോ അങ്ങനെയുള്ള സംഗതികൾ നടക്കുന്നില്ല. അതുകൊണ്ട് ഒരിക്കലും അത് പാകിസ്ഥാൻ ഇന്റർനാഷണൽ ഫോറത്തിൽ ഇപ്പോൾ ഇന്ത്യ റെയ്ഡ് നടത്തുന്നതിനെ കുറിച്ച് പറയാൻ സാധിക്കില്ല. കാരണം ഒരു മിലിറ്ററി അറ്റാക്ക്, ഒരു മിലിറ്റന്റ് അറ്റാക്ക് അല്ലെങ്കിൽ ടെറർ അറ്റാക്ക് നടന്ന ഒരു സാഹചര്യത്തിൽ ഏതൊരു ടെററിസ്റ്റോ മിലിറ്റന്റോ കാണിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഇവരും കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതനുസരിച്ച് റെയ്ഡുകളും സെർച്ചുകളും നാച്ചുറലി ഇന്ത്യ ചെയ്യും, അതിന്റെ റിസൾട്ട് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇപ്പം CAPF ഇറങ്ങിയിട്ടുണ്ട്, ജമ്മു ആൻഡ് കാശ്മീർ പോലീസ് ഇറങ്ങിയിട്ടുണ്ട്, ഇന്ത്യൻ ആർമി ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് റിസൾട്ട് കാണും. പക്ഷെ അതിനൊരു താമസം വരുന്ന ഒരു പക്ഷേ ഞാൻ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടാകാം. അതും അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴായിരിക്കും ടെററിസ്റ്റ് ഫ്രണ്ട് എന്നത് TRF എന്ന് പറഞ്ഞ ഓർഗനൈസേഷനെ കുറിച്ച് കേൾക്കുന്നത്, ഇത്രയും വലിയൊരു അറ്റാക്ക് ഉണ്ടായതുകൊണ്ട്. പക്ഷെ കണക്കുകൾ നോക്കിയാൽ ജമ്മു ആൻഡ് കാശ്മീരിന്റെ പോലീസ് കഴിഞ്ഞ ദിവസം കണക്കുകൾ പുറത്തുവിട്ടിരുന്നു. കഴിഞ്ഞ 5 വർഷമായിട്ട് ഏകദേശം 175ഓളം കൊലപാതകങ്ങൾ ക്ലെയിം ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ TRF. സോ അവിടെ നിരന്തരമായിട്ട് ഇത് കാണുന്ന ലോക്കൽസിന് ഒരു ഭയവും കാണും. ഇവരെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അത് റിവീൽ ചെയ്യാനുള്ള ഭയവും കാണും. സോ അതുകൊണ്ട് നാച്ചുറലി ഒരു 7 ദിവസം അല്ലെങ്കിൽ 10 ദിവസം അല്ലെങ്കിൽ മാക്സിമം 2 ആഴ്ചക്കുള്ള റിസൾട്ട് കാണാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, ഞാൻ തിരികെ എത്താം പാനലിസ്റ്റുകളിലേക്ക് വളരെ പെട്ടെന്നൊരു ഇടവേളയ്ക്ക് ശേഷം.